അല്ല ഹലോ ഹലോ. അപ്പോൾ ഞങ്ങളുടെ ശിവരാത്രി പരിപാടിയാണ്. നിന്ന് വന്നിട്ട് റോഡ് പിരിവാണ്ട. റോഡ് പിരിക്കാൻ പാടില്ല. എന്നാലും ഞങ്ങൾ ശിവരാത്രിൻ്റെ ഒരു പരിപാടിക്ക് റോഡ് കിട്ടുന്ന കാര്യം തടുത്ത് നിർത്തിയവർ എന്താ വെച്ചാൽ ഒരു സംഭാവന തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പിള്ളേരെല്ലാവരും സെറ്റായിട്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ എത്തുമ്പോൾ സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. സാധാരണ ഒരു 60 സ്പീഡിൽ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തടുത്ത് കഴിഞ്ഞാൽ ഒരു 70 സ്പീഡിലാണ്. നാദാട്ടനൊക്കെ ഉണ്ടായിരുന്നു. മൂപ്പര് കുറേ വണ്ടികളൊക്കെ തടുത്ത് നിർത്തിയിട്ട് ഞങ്ങളെ കൊണ്ട് നല്ല ഹെൽപ്പ് ചെയ്തു കേട്ടോ മൂപ്പര്. അടിപൊളിയായിട്ട് അപ്പോൾ ഈ സൈഡിൽ കൂടെ വണ്ടി വരും. അപ്പോൾ ഏകദേശം ഒരു 3-3:30-4 മണിയായി. ചെയറൊക്കെ 4 മണിക്കല്ല കേട്ടോ, ഒരു 5-5:30 ഞങ്ങൾ ചെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ചെയറൊക്കെ സെറ്റാക്കി ഇതാ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളുടെ കളത്തിലിറങ്ങി. സംഭവം പൊരിക്കാർ, അതുമാതിരി പാനിപൂരിക്കാർ, 420 നമ്മുടെ രവിയേട്ടൻ്റെ സാധനങ്ങളൊക്കെ ഇറങ്ങി കളത്തിലിറങ്ങി. ആൾക്കാർ ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ. 7:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും നോക്കിയില്ല. നമ്മുടെ ചെക്കനെ കൊണ്ട് തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്യിച്ചു. തിരി നമ്മുടെ കിഷ്കുവിനെ കൊണ്ട് തന്നെ നമ്മൾ തെളിയിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റാണ്. ചെറുതായിട്ട് അവിടെ നിന്ന് ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിള്ളേരൊക്കെ പകുതി പേരെല്ലാവരും ഗൾഫിൽ പോയത് കാരണം കൊണ്ട് കുറച്ച് പേരെ ഞങ്ങളുള്ളൂ. ഇഷ്കുവിൻ്റെ 2 മക്കളും എല്ലാവരും കൂടി ഞങ്ങളായിട്ട് അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്ത് മൂപ്പരുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ മൂപ്പര് വീഡിയോ ഒക്കെ എടുത്തു വിട്ടാ. ഏതാണെന്നറിയില്ല, ഒരു ചേട്ടൻ അവരുടെ കൂടെ വന്നാണ് തോന്നുന്നു. പിന്നെ നമ്മൾ ഗാനമേള ഇങ്ങോട്ട് സെറ്റായി. ആൾക്കാരൊക്കെ അത്യാവശ്യം വരാൻ തുടങ്ങി. 2 പാട്ട് കഴിഞ്ഞിട്ടാണ് ആൾക്കാരൊക്കെ ഏകദേശം ഒന്ന് വരാൻ തുടങ്ങിയത് കേട്ടോ. സംഭവം ഒന്ന് ഗാനമേളയൊക്കെ ഒന്ന് മുറിയപ്പോൾ ഫുള്ളായി, പറമ്പ് ഫുള്ളായി നിറഞ്ഞു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു, നല്ല വൈബ്. നമ്മുടെ സെക്രട്ടറി, പ്രസിഡൻറ്റ്, ഖജാൻജിയൊക്കെ കൂടിയിട്ട് പൊരുപ്പം ഡാൻസ് തുടങ്ങി ഇവിടെ. അവരാണ് ഫസ്റ്റ് ഡാൻസ് കളിക്കാൻ തുടങ്ങിയത്. പിന്നെ പറയണ്ടല്ലോ, പിള്ളേർ ടീം തോട്ടക്കര ബോയ്സിൻ്റെ പിള്ളേർ വേറെ ലെവലായിരുന്നു. ഇന്നലെ അങ്ങോട്ട് അറമാദനം ഇപ്പോൾ അടിപൊളി വൈബ്. പിന്നെ ഒരുത്തം വന്നുകൊണ്ട് അവിടെ പാട്ട് പാടാനൊക്കെ അടിപൊളി ഒരു പാടുണ്ട്. സെറ്റപ്പ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ചു.